മക്കളെ വസ്ത്രമൊക്കെ അലക്കി. മക്കൾ വലുതായപ്പോ വിചാരിച്ചു നമുക്കൊരു ആശ്വാസം വരും. അപ്പൊ പേരക്കുട്ടികളുടെ വസ്ത്ര കൂമ്പാരങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ഇതും കൂടി അലക്കിക്കോ. ഒരു കാശും കൊടുക്കാതെ എല്ലാം അലക്കുന്ന ധോബി, മലയാളക്കരയിലെ അമ്മ. അവളെല്ലാം അലക്കും. ഏത് അടിവസ്ത്രം? മടുപ്പ് പറയൂല. കാരണം അവളുടെ ജീവിതം തന്നെ മടുപ്പിലാണ്. അവൾ മലമൂത്രങ്ങളിൽ വളർന്നതാണെന്ന് ശങ്കരാചാര്യൻ ലോകത്തോട് പറഞ്ഞു. ലോകത്ത് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറും നന്ദിയും പുലർത്തേണ്ടത് എന്ന് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവ് ചോദിച്ചു, പിന്നെ ആരോട്? മാതാവാന്ന് മനസ്സിലായി. അടുത്ത ആളാരാന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. അപ്പോഴും വന്നു, നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവിന് അത്ഭുതം തോന്നി. മാതാവാണെന്ന് ഒരിക്കൽ പറഞ്ഞു, മനസ്സിലായി. രണ്ടാമത്തെ ആളാരാണെന്നാണ് ചോദിച്ചത്. അപ്പോഴും അതെന്നെ പറയുന്നു. മൂന്നാം വട്ടം ചോദ്യകർത്താവ് വിടാതെ പിടികൂടിക്കൊണ്ട് ചോദിച്ചു, അടുത്ത ആളാരാണ്? ഹൂ ഈസ് ദ നെക്സ്റ്റ്? നിസ്സംഗനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, നിന്റെ മാതാവിനോട്. അത്ഭുത പരതന്ത്രനായ ചോദ്യകർത്താവ് നാലാമതും ആവർത്തിച്ചു, പിന്നെ ആരോട്? പ്രവാചക തിരുമേനി പറഞ്ഞു, നിന്റെ പിതാവിനോട്. മാനവരാശിയുടെ 3 റാങ്കും അടുക്കളക്കാരി കൊണ്ടുപോയി. അവളുടെ ഗർഭത്തിലെ ത്യാഗം കൊണ്ടുപോയി. 9.5 മാസത്തെ ജീവത്യാഗം. 9.5 മാസം അവളുടെ വയറ്റിൽ ചുരുണ്ടുകൂടി കിടന്ന കാലത്ത് അനുഭവിച്ച സ്വസ്ഥത നീ ഒരു കാലത്തും അനുഭവിച്ചില്ല.